നമസ്കാരം. ഹാപ്പി സൺഡേ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ തോൽവികൾ ഒത്തിരി ഉണ്ടാവും അല്ലേ? തോൽക്കാത്ത മനുഷ്യരില്ല. തോൽവികളിലൂടെ അല്ലെങ്കിൽ പരാജയങ്ങളിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുക. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? പരാജയത്തിനെ വിശകലനം ചെയ്യുക. അത് മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് നല്ലതല്ല. നാം അതിൻ്റെ പ്രധാന ഉത്തരവാദി ആണ്. അത് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ആ പരാജയത്തിൽ നിന്നും എങ്ങനെ വിജയത്തിലേക്കുള്ള പടികൾ കയറാം എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. മനസ്സിൽ ചിന്തിച്ച് പരാജയത്തിൽ നിന്നും ആദ്യപടിയായി ഒരു ചെറിയ വികസനം അല്ലെങ്കിൽ ഒരു ചെറിയ മുന്നോട്ട് കാൽവയ്പ് അത് നമ്മൾ നടത്തുക. അങ്ങനെ നടത്തുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്തേണ്ട നിങ്ങളുടെ ഉദ്യമത്തിൽ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഞാൻ ബന്ധുക്കളെപ്പറ്റി അധികം പറയുന്നില്ല, പക്ഷേ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ട മോറൽ സപ്പോർട്ടും ചില സമയത്തിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടും നമുക്ക് നൽകിയേക്കാം. എന്ന് പറഞ്ഞ് നിങ്ങളുടെ പരാജയം, ഞാൻ പരാജയപ്പെട്ട വ്യക്തിയാണ് എന്ന് വിളംബരപ്പെടുത്തിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മളിൽ പലരും മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ വീക്ക്നെസ്സിന് അടിമപ്പെട്ടവരായിരുന്നേക്കാം നമ്മുടെ പാസ്റ്റിൽ. പക്ഷേ അതിൽ നിന്നും മുന്നേറണമെങ്കിൽ ആ പാസ്റ്റ് ഒരു മൊമെൻറ്റിൽ നമ്മൾ നിർത്തണം, നമ്മുടെ വീക്ക്നെസ് നിർത്തണം. എന്നിട്ട് ആ നിമിഷം ചിന്തിക്കുക, എങ്ങനെയാണ് എനിക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുക? അത് തന്നെത്താൻ എടുക്കേണ്ട തീരുമാനമാണ്. നമ്മുടെ മനസ്സിൽ ആത്മവിശകലനം ചെയ്ത് എനിക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ ആദ്യം ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യുക. പിന്നെ പടിപ്പടിയായി മുന്നേറി നമ്മൾ വിചാരിച്ച ആ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഉദ്യമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്തിയ ഒത്തിരി മഹാത്മാക്കൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബിസിനസ് പരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ശാസ്ത്ര മേഖലകളിലും അങ്ങനെ മുന്നേറിയ ഒട്ടനവധി ജനങ്ങൾ ഉണ്ട്. അവരെ കണ്ടുപഠിക്കുക, അവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. ചെറിയ ഒരു കാര്യം മതി നമ്മളെല്ലാം തൊട്ടാവാടികളായി മാറാൻ. നമ്മുടെ മനസ്സ് വല്ലാതെ ഡിപ്രസ്ഡ് ആവും. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഒന്നുകിൽ നമ്മൾ ചെറിയ ഒരു മെഡിറ്റേഷനിലേക്ക് പോവുക. ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തകൾ കടന്നു വരും, കാരണം അതങ്ങ് വന്നോട്ടെ. നമ്മൾ കണ്ണടച്ചിരുന്ന് ശ്വാസം അകത്തോട്ടും പുറത്തേക്കും വലിച്ചു വിടുക. നമ്മൾ ആ ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കം ഇല്ലാതെയാകും. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വളരെയധികം സ്ട്രെസ്സ് കൊടുത്തിട്ട് കൺസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യുക, ഇങ്ങനെ റിജിഡാക്കുക. ഒരു മുഖം, അത് കഴിഞ്ഞ് നമ്മുടെ കൈകൾ, അതുപോലെ നമ്മുടെ ശരീരം, അതുപോലെ കാലുകൾ, ഇതെല്ലാം വലിഞ്ഞു മുറുകട്ടെ. അപ്പോൾ ആ ടെൻഷൻ മുഴുവൻ അതിലേക്ക് വരും. എന്നിട്ട് ഒരു നിമിഷം ആ ടെൻസ്ഡ് സ്റ്റേജിലിരുന്നതിന് ശേഷം പതുക്കെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് അയച്ചു വിടുക, റിലാക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്ട്രെസ്സ്, അതായത് ആ ടെൻഷൻ കുറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മാനസികമായ പിരിമുറുക്കവും കുറഞ്ഞു വരും. അങ്ങനെ ആ സ്ട്രെസ്ഫുൾ മൊമെൻറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആൻസൈറ്റിയാണ്, ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരു ഹൈലി ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് വളരെ മൈൽഡായിട്ടുള്ള മരുന്നുകൾ തരാം, അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി തരും. അതിൽ കൂടെ നിങ്ങളുടെ മനസ്സിനെ പൂർവാധികം ശക്തിയോടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതൊന്നും ഒരു ടാബുവായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്നതാണ്. കാരണം നമ്മളെല്ലാം പെട്ടെന്ന് വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. പഴയ കാലത്തെ പോലെ നമ്മുടെ അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ജനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസോ ഒന്നും നമ്മുടെ ചുറ്റുമില്ല സംസാരിക്കാൻ.
അല്ലേ? പിന്നെ ഉള്ളത് സുഹൃത്തുക്കൾ മാത്രം, നല്ല സുഹൃത്തുക്കൾ. അവരോട് പറയുന്നാലും ചിലപ്പോൾ സ്ട്രെസ്സ് തീരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, ഒരു ടെമ്പററി റിലീഫായിട്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. അതായത് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ നിങ്ങൾക്ക് പറന്നുയരാൻ പറ്റും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പരാജയമുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുള്ളാണ് നിങ്ങളെങ്കിൽ, എന്താണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്, വിജയത്തിലേക്ക് എങ്ങനെയാണ് മുന്നേറേണ്ടത്, അത് നിങ്ങൾ പടിപ്പടിയായി മുന്നോട്ട് പോകുക. ആദ്യം ആത്മവിശകലനം, ആ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തൽ, ഇനി പരാജയത്തിൽ നിന്നും എങ്ങനെയാണ് മോചിതനാവുക, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ആ രോഗാവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള ആ ചിന്ത, അതിനുള്ള വഴികൾ, അതിനുള്ള മൊഡാലിറ്റീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി തീരുക. എന്നിട്ട് നിങ്ങളുടെ ഉദ്യമങ്ങളിൽ, നിങ്ങളുടെ ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ബിസിനസ് പരമായിട്ടോ ഉള്ള ഉദ്യമങ്ങളിൽ ഏർപ്പെടുക. അത് പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുവരിക. ഒപ്പം വായനാശീലം നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളെയും ഇത് പഠിപ്പിച്ചെടുക്കുക. കാരണം നമുക്കറിയാം, ഈ കേരളത്തിൽ വളരെയധികം സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ്. അതിൽ നിന്നും ചിലപ്പോൾ ഒരു നിമിഷം ആ പ്രയാസം ഒരാളെ അറിയിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കതിൽ നിന്നും മുക്തനാവാൻ പറ്റും. അല്ലാതെ എല്ലാം മനസ്സിനകത്ത് അടക്കിക്കൊണ്ട് നടക്കുന്ന ഇൻട്രോവേർട്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ, കൂടെ താമസിക്കുന്ന ആൾ, അതായത് ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ, കുഞ്ഞുങ്ങൾ, അവർക്ക് മനസ്സിലാവണം നമ്മുടെ കുടുംബത്തിലെ അംഗത്തിന് എന്തോ പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കി അവർ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ ആത്മഹത്യകൾ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള സന്ദേശമല്ല തന്നിരിക്കുന്നത്, ഒരു പോസിറ്റീവ് സന്ദേശമാണ്. ഇതിന് ദൈവത്തിനും പ്രപഞ്ചത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.